ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ലിവിങ് വേ ടി വിയിൽ കൂടെ കാണുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് നിങ്ങളോടൊപ്പം ദൈവവചനവുമായി പങ്കിടുവാൻ സർവകൃപാലുവാൻ ദൈവം നൽകിയ ഭാഗ്യത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. ഇന്ന് എൻ്റെ ചിന്താ വിഷയം അടഞ്ഞ വഴികളെ തുറക്കുന്ന ദൈവം. അടഞ്ഞ വഴികളെ തുറക്കുന്ന ഒരു ദൈവം നമ്മോട് കൂടെ ഉണ്ട്. ഇതിനാസ്പദമായി വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് ഒരു വേദഭാഗം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം. ഞാൻ കൂകി നിലവിളിച്ച് പ്രാർത്ഥിച്ച അവൻ്റെ പ്രാർത്ഥന തടുത്ത് കളയുന്നു. വെട്ടുകല്ലുകൊണ്ട് അവൻ എൻ്റെ വഴി അടച്ച് എൻ്റെ പാതകളെ വികടമാക്കിയിരിക്കുന്നു. ഈ തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ഞാൻ കൂകി നിലവിളിച്ചാൽ അവൻ എൻ്റെ പ്രാർത്ഥന തടുത്ത് കളയും. പ്രാർത്ഥനയെ തടുത്ത് കളയുന്നതാണ് അനുഗ്രഹത്തിൻ്റെ വാതിലുകൾ, നന്മയുടെ വാതിലുകൾ, ഉറവിടങ്ങളുടെ വാതിലുകൾ. അതിനെ അടയ്ക്കുന്ന പൈശാചിക മണ്ഡലങ്ങൾ ഇന്ന് തുറക്കണം നമുക്ക് വേണ്ടി. നമ്മുടെ പല വഴികളും പല സന്ദർഭങ്ങളിലും അടയ്ക്കാറുണ്ട്. ജീവിതത്തിൻ്റെ അനുഭവത്തിൽ എനിക്ക് പറയുവാനുള്ളത്, എൻ്റെ ജീവിതത്തിൽ അപ്രകാരം അനേക വഴികളെ ശത്രു അടച്ചു. പക്ഷെ എൻ്റെ യേശുവിൽ വിശ്വസിച്ചത് മുഖാന്തരം ദൈവം എനിക്ക് വേണ്ടി വഴികളെ തുറന്നു. ആ ദൈവം ഇതിനെ വചനം കേൾക്കുന്ന വ്യക്തികളുടെ മേൽ ദൈവികമായ വഴികളെ തുറക്കുമെന്ന് വിശ്വസിക്കുന്നവരാണ്. ഇസ്രായേൽ ജനത്തിന് ദൈവം ചെങ്കടലെ പിളർന്ന് വഴിയൊരുക്കിയവനാണ്. ആ ചെങ്കടലെ പിളർന്ന് വഴിയൊരുക്കുവാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ, ദൈവത്തിന്റെ സാന്നിധ്യം നമ്മോട് കൂടെയുണ്ടെങ്കിൽ ഏത് വഴികളെയും തുറക്കുവാൻ ദൈവം ശക്തനാണ്. ഏലിയാവ് സ്വർഗാരോഹണം ചെയ്തപ്പോ, ദൈവത്താൽ എടുക്കപ്പെട്ടപ്പോ, എലീശ യോർദാന്റെ മറുകരയിൽ നിന്ന് ഇപ്പുറത്തുള്ള കരയിലേക്ക് വരുവാൻ അവൻ ആഗ്രഹിച്ചപ്പോൾ അവന്റെ പുതപ്പടിച്ചു യോർദാൻ 2ആയി ഭാഗിച്ചു. അവൻ അതുവഴി നടന്നുവെങ്കിൽ നമുക്ക് വേണ്ടി അടയ്ക്കപ്പെട്ട വഴികൾ ഇന്ന് തുറക്കുവാൻ ദൈവം ശക്തനാണ്. ദൈവത്തിന്റെ പദ്ധതികൾ നാം മനസ്സിലാക്കണം. നമ്മുടെ വിചാരമല്ല ദൈവത്തിന്റെ വിചാരം, നമ്മുടെ വഴികളല്ല ദൈവത്തിന്റെ വഴി. ഇവിടെ ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നു, ഞാൻ കൂകി നിലവിളിച്ച് പ്രാർത്ഥിച്ചിരുന്നാലും അവൻ എൻ്റെ പ്രാർത്ഥന തടുത്ത് കളയുന്നു. വെട്ടുകല്ലുകൊണ്ട് എൻ്റെ വഴിയെ അടച്ച് എൻ്റെ പാതകളെ വികടമാക്കും. പലപ്പോഴും നമ്മുടെ ജീവിതാനുഭവത്തിൽ നമുക്ക് അപ്രകാരമാണ്. ദൈവമേ, ഞാൻ പ്രാർത്ഥിക്കുന്നു, ഞാൻ നിലവിളിക്കുന്നു, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു, ഞാൻ അങ്ങയുടെ സന്നിധിയിൽ കടന്നു പോകുന്നു, എനിക്കൊരു മറുപടി ലഭിക്കുന്നില്ല, എനിക്കൊരു ഉത്തരം ലഭിക്കുന്നില്ല. എന്തുകൊണ്ട് കർത്താവേ? അങ്ങനെ നാളിൽ നാം മോശയെ നോക്കുകയാണെങ്കിൽ, മോശയെ ദൈവത്തിന്റെ കൃപ, അവൻ ദൈവത്തിന്റെ സാന്നിധ്യം മോശയോട് കൂടെ ഉണ്ടായിരുന്നു. ഒരിക്കൽ ദൈവം അവനോട് വിളിച്ചപ്പോൾ അവൻ പറഞ്ഞു, ദൈവമേ, തിരു സാന്നിധ്യമില്ലാതെ നീ എന്നെ അയക്കരുതേ. നമുക്ക് കാണുവാൻ കഴിയും, മരണത്തിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ടവൻ, വെള്ളത്തിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ടവൻ എന്നതുകൊണ്ട് അവന് മോശ എന്ന് പേരിടുവാനിടയായി. അവൻ ജീവിതത്തിൽ അവന്റെ ജനനം മുതൽ അവൻ കേട്ട ഒരു വഴിയുണ്ട്, അവന്റെ വഴികളെ അടയ്ക്കുവാനിടയായി. അവൻ ജനിക്കുന്നത് ആൺകുഞ്ഞുങ്ങളാണെങ്കിൽ അവരെയൊക്കെയും വെള്ളത്തിലെറിഞ്ഞ്, നൈൽ നദിയിൽ എറിഞ്ഞ് അവൻ കൊല്ലുവാൻ അവൻ ഫറവോൻ ഉത്തരവിട്ടപ്പോഴാണ് മോശയുടെ ജനനം. അവന്റെ ജനനത്തെ പോൽ വഴി അടച്ചെങ്കിൽ ദൈവം അവന് വേണ്ടി വഴികളെ തുറന്നു.
3 മാസം മോശ തൻ്റെ മാതാവിൻ്റെ ഭവനത്തിൽ അവൻ നിശബ്ദനായി ആ ഭവനത്തിൽ ജീവിക്കുവാണ്. 3 മാസം കഴിഞ്ഞപ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് അവൻ അവിടെ നിന്ന് അവൻ കരഞ്ഞതുകൊണ്ട്, അവൻ്റെ ശബ്ദം ഭവനത്തിൽ ഉയർന്നതുകൊണ്ട് അവൻ്റെ മാതാവ് ഒരു പെട്ടകം നദിയിൽ ഒഴുകുകയാണ്. അപ്പോൾ ഭവനത്തിൽ വസിക്കുവാൻ കഴിയാത്ത വഴിയെ പിശാച് അടച്ചു. എങ്ങനെയെങ്കിലും ശിശുവിനെ കൊല്ലണം. എന്നാൽ ഈ മോശ ഒഴുകി വന്നത് ഫറവോന്റെ പുത്രി കുളിക്കുന്ന കുളിക്കടവിലാണ്. അവിടെ അവന് വഴി അടയ്ക്കുവാൻ ഒരു ശത്രുവിന് കഴിഞ്ഞില്ല. ഫറവോന്റെ മകനായി അവൻ മിസ്രൈമിൽ പാർക്കുവാനിടയായി. ഒരു മിസ്രൈമിനെ പോലെ ലഭിക്കേണ്ട എല്ലാം അവന് ലഭിക്കാനിടയായി. എന്നാൽ അതും ഒരു ദിവസം അവന്റെ ജീവിതത്തിൽ വഴി അടയുകയാണ്. ഒരിക്കലും അവന്റെ സഹോദരന്മാർ തമ്മിൽ ശണ്ട കൂടുമ്പോ അവനോട് ചോദിച്ചു, നിന്നെ ഞങ്ങൾക്ക് കാര്യസ്ഥനാക്കിയത് ആര്? മോശ അവിടെ നിന്ന് കടന്നു പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. എന്തിനാണ്? അവൻ ചിന്തിച്ച ഒരു തെറ്റുണ്ട്, അവൻ ചെയ്ത ഒരു തെറ്റുണ്ട്. ആ തെറ്റെന്തെന്നാൽ അവൻ ഒരു മിസ്രൈമിയൻ ഇസ്രായേലിനെ അവനെ ശണ്ട കൂടിക്കുന്നത് കണ്ടു. അവനെ ഒറ്റയടിയിൽ കൊല്ലുവാനിടയായി. ഇതവൻ ചിന്തിച്ചു ആരും കാണത്തില്ല. എന്നാൽ ഈ പ്രിയ സഹോദരന്മാര് അവനോട് ചോദിച്ചു, നിന്നെ ഞങ്ങളെ മേൽ മിസ്രൈമിലെ അധികാരിയാക്കിയത് ആരെന്ന് ചോദിച്ചു. മിസ്രൈം വിട്ട് അവൻ പുറത്തു പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. 40 വർഷം അവൻ മരുഭൂമിയിൽ അവൻ ആടുകളെ മേയ്ക്കുവാനിടയായി. അവന്റെ ജീവിതത്തിൽ വഴി അടഞ്ഞുവെന്ന് അവൻ ചിന്തിച്ചത്. എന്നാൽ ഒരിക്കൽ ഹോരേബിൽ ദൈവത്തിന്റെ സാന്നിധ്യം അവന്റെ മേൽ ഇറങ്ങി വരുവാനിടയായി. ഹോരേബിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരുവാനിടയായി. കത്തുന്ന മുൾപടർപ്പിന്റെ നടുവിൽ ദൈവം ഇറങ്ങി വന്ന് അവനോട് സംസാരിപ്പാനിടയായി. അവന്റെ ജീവിതത്തിൽ അടഞ്ഞ വഴി, അവന്റെ ജീവിതത്തിൽ അവൻ ശത്രു അടച്ച വഴിയെ ദൈവം തുറക്കുകയാണ്. അവനോട് ദൈവം പറയുന്നു, ദൈവം അവനോട് സംസാരിച്ചു പറഞ്ഞു, നീ മിസ്രൈമിലേക്ക് കടന്നു ചെല്ലണം, എന്റെ ജനത്തെ പുറത്ത് കൊണ്ടുവരണം. നാം ഒന്ന് മനസ്സിലാക്കേണ്ട, ദൈവജനത്തിന്റെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. അവരുടെ നിലവിളി നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഞാൻ കൂകി നിലവിളിച്ചാൽ അവൻ എൻ്റെ പ്രാർത്ഥന തടുത്തു കളയും. ആ ജനത്തിന് വിടുതലില്ല, മറുപടി ഇല്ല എന്ന് അവൻ ജനം ചിന്തിക്കുമ്പോൾ നമുക്ക് ഈ വചനത്തിൽ കൂടെ നമുക്ക് കാണുവാൻ കഴിയുന്ന ഇപ്രകാരമാണ്. ആ യഹോവയായ ദൈവം മോശയോട് പറയുന്നത് പ്രകാരമാണ്, എൻ്റെ ജനത്തിൻ്റെ കഷ്ടതയെ ഞാൻ കണ്ടു, എൻ്റെ ജനത്തിൻ്റെ നിലവിളി ഞാൻ കേട്ടു. അവരെ ആ മിസ്രൈമിൻ്റെ അടിമത്വത്തിൽ നിന്ന് എനിക്ക് പുറത്ത് കൊണ്ടുവരണം. ആകയാൽ അവൻ മോശയെ അങ്ങോട്ട് അയക്കുകയാണ്. ദിനെ ശ്രദ്ധിക്കുന്ന ദൈവ മക്കളെ, അവൻ മോശയെ തിരഞ്ഞെടുത്തത് അടഞ്ഞ വഴികളെ തുറക്കാണ്. വെട്ടുകല്ല് കൊണ്ട് ഒരിക്കലും പുറത്തു വരുവാൻ കഴിയുകയില്ല എന്ന് പറയുന്ന സമൂഹത്തെ അവൻ പുറത്തു കൊണ്ടുവരുവാൻ ദൈവം മോശയോട് കൂടെ അവൻ ഇരുന്നു എങ്കിൽ അവൻ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന, നമ്മൾ പ്രാർത്ഥിക്കുന്ന, നമ്മുടെ ജീവിതത്തിലെ എത്ര വഴികൾ അടഞ്ഞു കിടക്കുന്നത്. ചിലരുടെ ബിസിനസ്സുകാർ, ചിലരുടെ ആത്മീയ ഭൗതിക നന്മകൾ സകലന്ന് തകർന്നിരിക്കുമ്പോൾ നമ്മുടെ അടുക്കൽ ആ കർത്താവ് പറയുന്നത് പ്രകാരമാണ്, അവൻ വെട്ടുകല്ലുകൊണ്ട് അവൻ ശത്രു അടയ്ക്കുമ്പോൾ ആ വെട്ടുകളിനെ മാറ്റുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു യെരിഹോവിന്റെ മതിലുകളെ തകർക്കുവാൻ കഴിവുള്ള ഒരു ദൈവം നിന്നോട് കൂടെയുണ്ട്. അത് പ്രാർത്ഥനയ്ക്ക് മാത്രമേ കഴിയുള്ളൂ. പക്ഷെ പ്രാർത്ഥനയെ തടുത്തു കളയുന്ന ഈ പ്രതികൂലത്തെ മാറ്റുവാൻ അവൻ കർത്താവായ യേശു തന്റെ ശിഷ്യന്മാരോട് പറയുവാനിടയായി. തൻ പ്രാർത്ഥനയ്ക്ക് തന്നെ ക്രൂശീകരണത്തിന് മുമ്പായിട്ട് തൻ ഒലിവിലേക്ക് കടന്നു പോവുകയാണ്.
പ്രാർത്ഥനയ്ക്ക് കടന്നു പോവുകയാണ്. തൻ്റെ ശിഷ്യന്മാരോട് പറയുവാനിടയായി, ഒരു നാഴികയെങ്കിലും നിങ്ങൾക്ക് ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പാൻ കഴിയില്ല. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ പ്രാർത്ഥന കുറവാണ്. എന്നെ ശ്രദ്ധിക്കുന്ന ശ്രോതാവേ, നിന്റെ ജീവിതത്തിൽ നീ എപ്രകാരമാണ് നീ പ്രാർത്ഥിക്കുന്നത്? ഹല്ലേലൂയ. നീ പ്രാർത്ഥിച്ചാൽ തുറക്കാത്ത വാതിലുകളില്ല. ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നു, ഏലിയാവ് നമ്മെ പോലെ സമസ്വഭാവമുള്ള മനുഷ്യൻ, അവൻ പ്രാർത്ഥിച്ചു. അവൻ പ്രാർത്ഥിച്ചപ്പോൾ 3.5 വർഷക്കാലം മഴ പെയ്തില്ല. അവൻ വീണ്ടും പ്രാർത്ഥിച്ചു, അവൻ ഭൂമിയിൽ മഴ പെയ്തു, ധാന്യം വിളഞ്ഞതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ നമുക്കവിടെ കാണുവാൻ കഴിയും. നമ്മെ പോലെ സമസ്വഭാവമുള്ള മനുഷ്യനാകുന്ന ആ ഏലിയ പ്രാർത്ഥിച്ചു എങ്കിൽ, നാം ഇന്ന് പ്രാർത്ഥിക്കുമെങ്കിൽ നമുക്ക് വേണ്ടി വാതിലുകളെ തുറക്കാം. അവൻ നമ്മുടെ ജീവിതത്തിലെ വഴികളെ ശത്രുവായവൻ അടച്ചു വയ്ക്കുമ്പോൾ, നമ്മുടെ നന്മയെ വെട്ടുകല്ലുകൊണ്ട് അവൻ അടച്ചു വയ്ക്കുമ്പോൾ, ആ നന്മയെ തുറക്കുവാൻ ഇന്ന് നമ്മുടെ അടുക്കൽ ദൈവം ഇറങ്ങി വരും. യഹോവയുടെ ദൂതൻ തന്റെ ഭക്തന്മാർക്ക് ചുറ്റും പാളയമിറങ്ങി വിടുവിക്കുന്നത് പോലെ നമുക്ക് വിരോധമായി നിൽക്കുന്ന പ്രതികൂലത്തെ മാറ്റുവാൻ, നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങളെ മാറ്റുവാൻ, നമ്മുടെ ജീവിതത്തിലെ അനർത്ഥങ്ങളെ മാറ്റുവാൻ, നമ്മുടെ ജീവിതത്തിലെ കട്ടതകളെ മാറ്റുവാൻ, അവൻ വെട്ടുകല്ലുകൊണ്ട് അടച്ചിരിക്കുന്ന വഴികളെ തുറക്കുവാൻ കഴിവുള്ള ഒരു ദൈവം ഇന്ന് നമ്മുടെ അടുക്കിലേക്ക് ഇറങ്ങി വരും. നമ്മുടെ ഭവനത്തിൽ ഇറങ്ങി വരും. നമ്മുടെ തലമുറയുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് പകരും. നമ്മുടെ തലമുറയുടെ വിദ്യാഭ്യാസത്തെ, നമ്മുടെ തലമുറയുടെ ഭാവിയെ അവൻക്ക് വേണ്ടി കരയുന്ന അനേകരുണ്ട്. അനേകരുടെ ഭാവിയെ തടഞ്ഞു വച്ച് വെട്ടുകല്ലുകൊണ്ട് ഭാവി നടക്കത്തില്ല, മുന്നോട്ട് പോകത്തില്ല, ഉപജീവന മാർഗം ലഭിക്കത്തില്ല എന്ന് പറഞ്ഞ് ശത്രുവാദിക്കുമ്പോ ഇന്ന് എനിക്ക് ദൈവമക്കളോട് പറയുവാനുള്ളത്, ജനത്തോട് പറയുവാനുള്ളത് ഒന്ന് മാത്രമാണ്. വെട്ടുകല്ലുകൊണ്ട് അടച്ച വഴിയെ തുറക്കുവാൻ കഴിവുള്ള ഒരു സർവശക്തനാകുന്ന ദൈവത്തെയാണ് നാം വിശ്വസിക്കുന്നത്. അടഞ്ഞ വഴിയും തുറക്കുന്ന ഒരു ദൈവം. തുറന്നു വരട്ടെ എന്ന് പറഞ്ഞെങ്കിൽ ആ കർത്താവ് ഇന്ന് നമ്മോട് കൂടെയുണ്ട്. നാം ഒന്ന് മനസ്സിലാക്കുക, അടഞ്ഞ ചെവിയെ, അടഞ്ഞ ചെകിടന്റെ, കേൾവിയില്ലാത്ത ആ ചെകിടന്റെ ചെവിയിൽ വിരലിട്ട് തുറന്നു വരട്ടെ എന്ന് പറഞ്ഞു എങ്കിൽ ആ തുറന്ന ആ കർത്താവിന്റെ വിലയേറിയ സാന്നിധ്യം ഇന്ന് നമ്മോട് കൂടെയുണ്ട്. നമ്മുടെ ജീവിതം ശത്രുവിനെ അടച്ചു വയ്ക്കുവാൻ കഴിയത്തില്ല. ഈ ലോകത്തിലെ അന്ധകാര ശക്തിക്ക് നമ്മെ ഒതുക്കുവാൻ കഴിയത്തില്ല. ലോകത്തെ ജയിച്ച കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ആ കർത്താവ് പറഞ്ഞു, ഞാൻ ഇന്നും എന്നിലെയും എന്നേക്കും അനന്യനാണ്. ആ ദൈവം നമ്മോട് കൂടെയുണ്ട്. ആ കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ കൈവിടത്തില്ല, ഞാൻ നിന്നെ കൈപിടിക്കുമെന്നാ പറഞ്ഞത്. ഞാൻ നിന്നെ കൈപിടിക്കുമെന്ന് ശ്രദ്ധിക്കുന്ന ശ്രോതാവേ, നിന്റെ കൈക്ക് പിടിച്ച് നിന്റെ അടഞ്ഞ വഴിയെ തുറന്ന് നിന്നെ എത്തിക്കേണ്ട സ്ഥാനത്ത് എത്തിച്ചേർക്കുവാൻ ഇന്ന് കർത്താവ് നിന്നെ വിളിക്കുകയാണ്. ആ കർത്താവിൻ്റെ ശബ്ദം നീ ഇന്ന് കേൾക്കുന്നുവോ? ആ കർത്താവിൻ്റെ വാക്ക് നീ കേൾക്കുവാൻ നീ തയ്യാറാണോ? ഇന്ന് ഈ നിമിഷം നീ വിശ്വസിക്കുമെങ്കിൽ നിന്നെ വെട്ടുകല്ലുകൊണ്ട് അടച്ച വഴിയെ നീ പ്രാർത്ഥിച്ച പോലും തുറക്കുകയില്ല എന്ന് പറഞ്ഞ് ശത്രുവായവൻ കൂകി നിലവിളിച്ചാൽ പ്രാർത്ഥന തടഞ്ഞു വയ്ക്കുന്നുവെങ്കിൽ ആ പ്രാർത്ഥനയെ സ്വർഗീയ ദൈവം കേട്ട് മറുപടി നൽകുവാൻ ഇന്ന് നിന്റെ അടുക്കൽ കടന്നു വരും. ആ കർത്താവ് പറയും, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. പ്രേമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു എന്ന് അരുളി ചെയ്ത ദൈവം, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് അരുളി ചെയ്ത ദൈവം നിനക്ക് വേണ്ടി വഴികളെ തുറക്കുവാൻ, നിനക്ക് വേണ്ടി വാതിലുകളെ തുറക്കുവാൻ ആ യേശു പറഞ്ഞു, ഞാൻ തന്നെയാണ് വഴി, ഞാൻ തന്നെയാണ് സത്യം, ഞാൻ തന്നെയാണ് ജീവൻ. നിനക്കൊരു ജീവൻ തരുവാൻ, നിന്റെ വഴികളെ തുറന്ന് എനിക്കൊരു ജീവിതം തരുവാൻ, നിനക്ക് വഴികളെ തുറന്ന് ഒരു നന്മ തരുവാൻ, നിന്റെ ജീവിതത്തിലെ വഴികളെ തുറന്ന് ഒരു അനുഗ്രഹം നിനക്ക് തരുവാൻ, നിനക്കൊരു വഴി തുറന്ന് നിന്റെ ഭവനത്തെ വിശാലമാക്കുവാൻ ഇന്ന് എൻ്റെ കർത്താവ് നിന്നോട് സംസാരിക്കുക. ആ കർത്താവിൽ നിന്ന് വിശ്വസിക്കുവാൻ നീ തയ്യാറാണോ? ആ കർത്താവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ നീ ആഗ്രഹിക്കുന്ന വഴിയിലേക്ക് എത്തിച്ചേരുവാൻ ദൈവത്തിന് കഴിയും. ഒരു ശത്രുവിന് നിന്നെ തടഞ്ഞു വയ്ക്കുവാൻ കഴിയത്തില്ല. ഒരു വഴി നിന്റെ മുമ്പിൽ അടയ്ക്കുവാൻ ഒരു ശത്രുവിന് കഴിയത്തില്ല.
അവൻ ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നത് പ്രകാരമാണ് പൗലോസും ശീലാസ് അവൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ അവർ പ്രാർത്ഥിക്കുവാനിടയായി. അവർ ദൈവത്തിൻ്റെ വചനം പറഞ്ഞതുകൊണ്ടാണ് അവരെ കാരാഗ്രഹത്തിലേക്ക് അടയ്ക്കപ്പെട്ടത്. അവരുടെ വഴി അടഞ്ഞെന്നിരിക്കുമ്പോൾ അവർ രാത്രിയിൽ ദൈവത്തെ പാടി സ്തുതിക്കുവാനിടയായി. കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനങ്ങൾ ഇളകി. കാരാഗ്രഹ പ്രമാണി അവന് തടവുകാർ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ് മരണത്തിനായി ഒരുങ്ങി നിൽക്കുമ്പോൾ ഹല്ലേലൂയ പൗലോസും ശീലാസും പറയുന്നു, അല്ലയോ കാരാഗ്രഹ പ്രമാണിയെ, ഞങ്ങളിവിടെയുണ്ട്. ആ രാത്രിയിൽ യേശു കർത്താവിനെ കുറിച്ച് കാരാഗ്രഹ പ്രമാണിയോട് പറയുവാനിടയായി. അവൻ ആ രാത്രി രക്ഷിക്കപ്പെടുവാനും ആ രാത്രി മനസ്താന്തരപ്പെടുവാനും ആ രാത്രി സ്നാനപ്പെടുവാനും ഇടയായി. ആ പ്രഭാതത്തിൽ അവർക്ക് വിധി വന്നു. അവരെ അടഞ്ഞ വഴികളെ തുറന്നു. ഇന്ന് ആ ദൈവം ജീവിക്കുന്നു. ഇന്നും എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി ഈ വചനം ശ്രദ്ധിക്കുന്ന നമുക്കെല്ലാവർക്കും വേണ്ടി കർത്താവ് ജീവിക്കുക. ആ കർത്താവ് ഞാൻ അടഞ്ഞ വഴിയെ തുറക്കുന്ന ദൈവമാണ്. ആ കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് വിശ്വാസത്തോടൊന്ന് പ്രാർത്ഥിക്കാമോ? കർത്താവേ, എൻ്റെ വഴികളെ തുറക്കുകയാണ്. വാതിലുകൾ പലതും അടഞ്ഞു. വാതിലുകൾ പലതും അടഞ്ഞു. ഞാൻ മുട്ടിയ വാതിലുകൾ പലതും അടഞ്ഞു. എന്നാൽ എൻ്റെ കർത്താവ് എന്നോട് പറഞ്ഞു, മുട്ടുവീൻ തുറക്കപ്പെടാം. നീ കൂകി നിലവിളിച്ചു, നിന്റെ പ്രാർത്ഥന തടുത്തു കളഞ്ഞു. എന്നാൽ നിന്റെ വിളി നിലവിളി കേട്ടു. ഈ നിലവിളിച്ചു യഹോവ കേട്ടു. അത് നിന്റെ വിളി ദൈവം കേട്ടു. നിന്റെ പ്രാർത്ഥനയുടെ ശബ്ദം ദൈവം കേട്ടു. ഇപ്പോൾ നീ വിശ്വസിക്കുമെങ്കിൽ അത്ഭുതം നിന്റെ ജീവിതത്തിൽ നടക്കണം. അങ്ങ് അത്ഭുതം നടന്നതായി ഞങ്ങൾ വിശ്വസിക്കുക. അത്ഭുതം ഇപ്പോൾ നടന്നതായി ഞാൻ വിശ്വസിക്കുക. അത്ഭുതം നടന്നു. വെട്ടുകല്ലുകൊണ്ട് വഴി അടച്ച് ജീവിതത്തിന്റെ നന്മ കാണുവാൻ കഴിയാതെ വേണം. ഭവനത്തിന്റെ അകത്തു നിന്ന് പുറത്തു വരുവാൻ കഴിയാതെ വേണം. ഹല്ലേലൂയ നിന്റെ ജീവിതത്തെ ഒതുക്കി കളയുവാൻ നോക്കുന്ന ശത്രുവിനെ തകർത്ത് നിന്നെ പുറത്തു കൊണ്ടുവന്നവരെ ദൈവം. ആ ദൈവം എന്നും ജീവിക്കുക. ആ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോകുക. ദൈവം നിന്നെ അനുഗ്രഹിക്കുക, മാനിക്കുക. ഈ തിരുവചനങ്ങളാൽ ദൈവം നമ്മെ ഇവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ശുശ്രൂഷ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാകുമെങ്കിൽ ദയവായി ഞങ്ങളുമായി ഈ നമ്പറിൽ ബന്ധപ്പെടുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.